ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയില്ലേ? സ്കൂളൊക്കെ തുറന്നു അല്ലേ? പഠിച്ചു തുടങ്ങാതായി കേട്ടോ. ഞാൻ പഠിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ പെയർസ് ഓഫ് ഇക്വേഷൻസ് അതിലൊരു 2 പ്രോബ്ലം നമ്മൾ ചെയ്തിരുന്നു. എല്ലാവരും ചെയ്ത് നോക്കിയോ? അതാ എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്യാത്തവരൊക്കെ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇന്ന് നമുക്ക് വീണ്ടും അതേ ചാപ്റ്ററിൽ തന്നെ അടുത്ത പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം അല്ലേ? എന്താണ് അടുത്ത പ്രോബ്ലം? Of two numbers, the larger one is 5 times the smaller one, and subtracting the smaller from the larger gives 32. What are the numbers? എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഓഫ് ടു നമ്പേഴ്സ്, 2 നമ്പറുകളുണ്ട്. ഏതാണ് നമ്പറുകൾ നമുക്ക് തന്നിട്ടില്ല. ദ ലാർജർ നമ്പർ ഈസ്, അതിൽ വലിയ നമ്പർ എന്ന് പറയുന്നത് 5 ടൈംസ് ദ സ്മോളർ നമ്പർ, അതായത് ചെറിയ നമ്പറിനേക്കാളും 5 ഇരട്ടി, 5 ടൈംസ് ആണ് ലാർജർ നമ്പർ. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കൂ. സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ. സബ്ട്രാക്ടിങ്, കുറച്ചാൽ. എന്ത് കുറച്ചാൽ? സബ്ട്രാക്ടിങ് സ്മോളർ ഫ്രം ദ ലാർജർ. ചെറുതിനെ വലുതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 32 എന്ന നമ്പർ കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ നമ്പേഴ്സ്? ആ ലാർജർ നമ്പറും സ്മോളർ നമ്പറും നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കിത് എങ്ങനെ കണ്ടുപിടിക്കണം? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്ലൂകൾ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കി അതിൽ നിന്ന് നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇതിൽ നോക്കൂ, സ്മോളർ നമ്പറിൻ്റെ 5 ഇരട്ടിയാണ് അല്ലേ ലാർജർ നമ്പർ. അപ്പോൾ നമുക്കിവിടെ എക്സ് ആരായിട്ട് എടുക്കാം? ലാർജർ നമ്പറിനെ എടുക്കണോ സ്മോളർ നമ്പറിനെ എടുക്കണോ? സ്മോളർ നമ്പറിനെ എടുക്കാം അല്ലേ? അപ്പോൾ ലെറ്റ് എക്സ് ബി ദ സ്മോളർ നമ്പർ. അപ്പോൾ സ്മോളർ നമ്പറിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ലാർജർ നമ്പറിന് കിട്ടാനായിട്ട് ഇതിലൊരു ക്ലൂ ഉണ്ട്. Larger number is 5 times the smaller number. So, larger number is equal to 5 into x. 5 times, അതായത് 5 ഇരട്ടി ആണ് എക്സിൻ്റെ. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്മോളർ നമ്പറിനേക്കാളും 5 ടൈംസ് ആണ് ലാർജർ നമ്പർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ ലാർജർ നമ്പറിനെ നമുക്ക് എന്ത് എഴുതാം? 5 into x എന്ന് പറഞ്ഞാൽ 5x അല്ലേ? അപ്പോൾ നമുക്ക് സ്മോളർ നമ്പറിന് എക്സ് എന്നും ലാർജർ നമ്പർ 5x എന്നും എടുക്കാം. ഓക്കെ, നമ്മൾ എസ്യൂം ചെയ്യും. അടുത്തത് സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ നമ്പർ. അപ്പോൾ നമ്മുടെ സ്മോളർ നമ്പർ ഏതാണ്? എക്സ്. നമ്മുടെ ലാർജർ നമ്പർ ഏതാണ്? 5x. അപ്പോൾ ഒരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലാർജർ നമ്പറിൽ നിന്ന് സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ, അപ്പോൾ നമുക്ക് ഈ നമ്പർ, നമ്മുടെ കയ്യിലുള്ള നമ്പർ വെച്ച് നമുക്കത് ചെയ്യാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ലാർജർ നമ്പർ 5x. അതിൽ നിന്ന് സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഏത് നമ്പർ കിട്ടുന്ന അവർ പറയുന്നത്? 32 എന്ന് പറയുന്ന നമ്പർ കിട്ടും. 32. ഓക്കെ, നമുക്ക് എന്ത് മതി? നമുക്ക് ഈ എക്സ് കണ്ടുപിടിക്കണം അല്ലേ? എക്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് സ്മോളർ നമ്പർ കിട്ടും. അതിൽ നിന്ന് പിന്നെ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായത് അതിനൊരു 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ലാർജർ നമ്പർ കിട്ടും. നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ 5x എക്സ് പോയി എത്രയാണ്? 4x ഈക്വൽ ടു 32. എക്സ് മാത്രം ഇവിടെ നിർത്താം. 4 ഇവിടെ ഇൻറ്റു ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ 32/4. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്സ് ഒക്കെ. അപ്പോൾ 32/4 എത്രയാണ്? 8. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു 8 എന്ന് കിട്ടി. എക്സ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ സ്മോളർ നമ്പറാണ് അല്ലേ? നമുക്ക് എന്ത് കിട്ടി? സ്മോളർ നമ്പർ 8 എന്ന് കിട്ടി. അടുത്തത് അപ്പോൾ നമുക്ക് ഈസി അല്ലേ? ലാർജർ നമ്പർ എന്ന് പറയുന്നത് 5 ടൈംസ് സ്മോളർ നമ്പർ അല്ലേ? സോ ലാർജർ നമ്പർ is equal to 5 into x അല്ലേ? ലാർജർ നമ്പർ 5 into x ആണ്. എക്സ് നമ്മൾ കണ്ടുപിടിച്ചു 8. അപ്പോൾ നമുക്ക് 5 into 8 that is equal to 40. That is the larger number. So 40 is the larger number and 8 is the smaller number.
ഈസി പ്രോബ്ലമാണ്. വീട്ടിൽ നന്നായി ചെയ്ത് പഠിക്കണം. നന്നായി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്ത് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്താം. ഓക്കെ, ഈസി അല്ലേ ഇത് ചെയ്യാൻ? നന്നായി ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പെയർസ് ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അടുത്ത പ്രോബ്ലം നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? എ ഫ്രാക്ഷൻ simplified after adding 1 to its denominator becomes 1/2. If instead 1 is added to the denominator and then simplified, it becomes 1/3. What is the fraction? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഒരു ഫ്രാക്ഷനാണ്. ഓക്കെ, അപ്പോൾ അവർ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. ഫ്രാക്ഷൻ നിങ്ങൾക്ക് അറിയാലോ. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ന്യൂമറേറ്ററും ഉണ്ടാവും, ഒരു ഡിനോമിനേറ്ററും ഉണ്ടാവും അല്ലേ? മുകളിലുള്ളതിനെ നമ്മൾ ന്യൂമറേറ്റർ, താഴെ ഇരുന്നതിനാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ വെച്ച് നമുക്ക് ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഈ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രാക്ഷനെ അസ്യൂം ചെയ്യാം. അതായത് x/y എന്ന് നമുക്ക് എടുക്കാം. ആ ഫ്രാക്ഷൻ നമുക്ക് അറിയില്ല ഫ്രാക്ഷൻ ഏതാണെന്ന്. ഫ്രാക്ഷൻ നമ്മൾ ജസ്റ്റ് x/y എന്ന് എടുക്കുകയാണ്. ഓക്കെ, അസ്യൂം ചെയ്തു. ഇനി അവർ പറയുന്നത് എന്താണ്? അപ്പോൾ ഈ ഫ്രാക്ഷനെ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to its denominator. ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ അതെന്തായി മാറും? ഇറ്റ് ബിക്കംസ് 1/2 ആയി മാറും. സോ ഇറ്റ് ബിക്കംസ് 1/2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 1/2 അല്ലേ? അപ്പോൾ x/y എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമ്മൾ അസ്യൂം ചെയ്തു. കാരണം നമുക്കിവിടെ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ന്യൂമറേറ്റർ x എന്നും ഡിനോമിനേറ്റർ y എന്നും എടുത്തിട്ടുള്ള ഒരു ഫ്രാക്ഷൻ x/y ഞാൻ എടുത്തു, അസ്യൂം ചെയ്തു. എന്നിട്ട് അവർ പറയുന്ന കണ്ടീഷൻ അതിൽ അപ്ലൈ ചെയ്തു. അവർ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 1 ആഡ് ചെയ്താൽ എന്തിനോട്? ന്യൂമറേറ്ററിനോട്. നമ്മുടെ ന്യൂമറേറ്റർ ഇതല്ലേ എക്സ്, അതിനോട് 1 ആഡ് ചെയ്യുമ്പോൾ അത് എന്തായി മാറുന്ന പറയുന്നത്? ഇറ്റ് ബിക്കംസ് സോ ഇസ് ഈക്വൽ ടു 1/2 ആയി മാറും. ഇനി അല്ലെങ്കിൽ ഇഫ് ഇൻസ്റ്റെഡ്, അല്ലെങ്കിൽ വേറൊരു കണ്ടീഷൻ 1 ഈസ് ആഡഡ് ടു ദ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ഫ്രാക്ഷൻ അല്ലേ? അതിൻ്റെ കൂടെ ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്താൽ then simplified it becomes 1/3. അതെന്തായി മാറും? it becomes 1/3. ഈ രണ്ട് കണ്ടീഷനാണ് അവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഫ്രാക്ഷനാണ് കാണേണ്ടത്. അപ്പോൾ ഫ്രാക്ഷൻ ഞാൻ ഇവിടെ എടുത്തു. ലെറ്റ് x/y be the fraction. Okay, let x/y be the fraction. നമ്മുടെ ഫ്രാക്ഷൻ ഏതാണ്? x/y. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ 1/2 കിട്ടും, ഡിനോമിനേറ്ററിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുകയാണെങ്കിൽ 1/3 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇതിൽ നമുക്ക് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ടില്ലേ? ആ ഒരു സ്റ്റെപ്പ് ഇവിടെ അപ്ലൈ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഇതിന്ന് എക്സും വൈയുടെ ടേംസ് ആക്കി മാറ്റാനായിട്ട്. ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഈ 2 ഇവിടേക്കും ഈ y ഇവിടേക്കും പോകും അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ഇയറുകളിൽ പഠിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതാം. x+1 ഇൻറ്റു ഈ 2 ഇടയ്ക്ക് പോവല്ലേ, ഇൻറ്റു 2 ആയിട്ട് മാറും. ഓക്കെ, 2 ഇൻറ്റു ഇനി ഈ y ഇവിടെ 1 ഇൻറ്റു y എന്ന് പറഞ്ഞാൽ y തന്നെയാണ് അല്ലേ? ഇസ് ഈക്വൽ ടു ഈ 1 ഇവിടെ ഓൾറെഡി ഉണ്ട്, ഈ y അവിടെ പോകുമ്പോൾ 1 ഇൻറ്റു y. സോ 1 ഇൻറ്റു y തന്നെയാണ്. ഓക്കെ, ഇതിങ്ങനെ കിട്ടി. നമുക്ക് ഈ ബ്രാക്കറ്റിനെ ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അങ്ങനെയല്ലേ ബ്രാക്കറ്റ് ഇട്ടാലുള്ള അർത്ഥം. സോ 2 ഇൻറ്റു ആദ്യം നമുക്ക് എക്സിനെ 2x കൊണ്ട് 2നെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2 ഇൻറ്റു എക്സ് 2x അല്ലേ? പിന്നെ ഇവിടുത്തെ സൈൻ എന്താ? പ്ലസ്, അവിടെ തന്നെ ഇടുക. 2 ഇൻറ്റു അടുത്തത് 1 ചെയ്യാം. അപ്പോൾ 2 അല്ലേ? 2 ഇൻറ്റു 1 2 ഇസ് ഈക്വൽ ടു y. y അവിടെ തന്നെ ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിതൊരു ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ,
ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സിനും വൈയും ഒരുമിച്ചിട്ടിട്ട് ഈ നമ്പറിനെ അപ്പുറത്ത് എഴുതാം. കാരണം നമ്മൾ പൊതുവെ ഇക്വേഷൻസ് അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെയാണല്ലോ എഴുതാറ്. 2x + 3y = അങ്ങനെ എഴുതാം. ആ ഒരു ഫോർമാറ്റിൽ നമുക്കിതിനെ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി? 2x ഈ വൈനെ ഈ ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അതായത് നമ്മുടെ LHSലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതെന്തായി? -y ആവും അല്ലേ? സൈൻ മാറും. അവിടെ +y ആണ്. അപ്പോൾ അതിന് ഇവിടേക്ക് വരുമ്പോൾ അതെന്തായി? -y ആയി. ഇനി ഈ 2 അപ്പുറത്തേക്ക് പോകും അല്ലേ? RHSലേക്ക് പോകും, റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകും. അപ്പോൾ ഇവിടെ +2 ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ മുമ്പ് എന്താവും? -2 ആവും അല്ലേ? അപ്പോൾ ഇപ്പോൾ എക്സും വൈ വേരിയബിൾസ് ഒക്കെ ഒരു സൈഡിലായി, നമ്പർ അപ്പുറത്തെ സൈഡിലായി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാണ് നല്ലത് സോൾവ് ചെയ്യാനൊക്കെ. ഇത് നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 ഇതിനായിട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് ഇതിനെയും ചെയ്യാം, ഒരു ഇക്വേഷനാക്കി എടുക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഇതിനെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ ചെയ്യാം? 3 ഇൻറ്റു ഈ 3 ഇവിടെ പോയിട്ട് ഇൻറ്റു ആവും. അപ്പോൾ അതെന്തായി? 3x. അപ്പോൾ 3x = 2. ഇനി ഇത് ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്താവും? 1 ഇൻറ്റു y + 1 ഇങ്ങനെയാവും അല്ലേ? അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാം. 1 ഇൻറ്റു y തന്നെയാണ്, 1 ഇൻറ്റു 1 + 1 തന്നെയാണ് അല്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ വൈയുടെ ടേമിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. എക്സും വൈ ഒരുമിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാക്കി മാറ്റുന്ന പോലെ നമുക്ക് എഴുതാം. സോ 3x ഈ വൈ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ പ്ലസ് ആയിട്ടാണ് കിടക്കുന്നത്, മൈനസ് ആവും. = ഈ 1 ഓൾറെഡി അവിടെ തന്നെയുള്ള ആളാണ്, പ്ലസ് തന്നെയാണ് 1 അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇപ്പം നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഇനി ഈ 2 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാം. നമ്മൾ ചെയ്ത കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലത്തിൽ ഇതുപോലെ 2 ഇക്വേഷൻ കിട്ടി നമ്മൾ ആഡ് ചെയ്ത് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നന്നായി ചെയ്ത് പഠിച്ചിരുന്നോ? അങ്ങനെ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് പറ്റും. ഞാനന്ന് പറഞ്ഞിരുന്നു നമുക്കിങ്ങനെ കുറേ പ്രോബ്ലംസിൽ ഇക്വേഷൻസ് തമ്മിൽ ആഡ് ചെയ്ത് സോൾവ് ചെയ്യാനുണ്ടെന്ന് ഇല്ലേ? അപ്പോൾ ഇതിൽ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം? 2 ഇക്വേഷൻ നമുക്ക് ആദ്യം ഇവിടേക്ക് എടുത്ത് എഴുതാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താ? 2x - y = -2. അടുത്ത ഇക്വേഷൻ ഇതിൻ്റെ താഴെ തന്നെ എഴുതാം. 3x - y = 1. ഇങ്ങനെ 2 ഇക്വേഷൻ നമ്മൾ അവിടെ തന്നെ എഴുതി അല്ലേ? ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു 2 വേരിയബിൾ ഉണ്ട്. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് നമുക്ക് ആക്കി മാറ്റിയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണം ആവാൻ വേണ്ടി ഇവിടെ നോക്കൂ, ഈ വൈയുടെ കോഎഫിഷ്യൻറ്റും 1 ആണ്, ഈ വൈയുടെ കോഎഫിഷ്യൻറ്റും 1 ആണ്. അതായത് ഇവിടെ -y അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ഈ ടേമിനെ കളയാനായിട്ട് ഒരു ഐഡിയ ചെയ്താൽ മതി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? ഈ പ്ലസ്സിനെ ഈ മൈനസിനെ നമുക്ക് പ്ലസ് ആക്കിയാൽ മതി. എങ്ങനെ പ്ലസ് ആക്കാം? മൈനസിനെ പ്ലസ് ആക്കണമെങ്കിൽ നമുക്ക് -1 ഇൻറ്റു ചെയ്താൽ പോരെ? -(-) അല്ലേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. -(-) ഒക്കെ 7th പഠിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്കത് എന്ത് ചെയ്താൽ മതി? -1 ഇൻറ്റു ചെയ്യാം. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇതിൽ മാത്രം ചെയ്താൽ പോരാ, ഹോൾ ഇക്വേഷനെ നമ്മൾ -1 ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഹോൾ ഇക്വേഷന് -1 ഇൻറ്റു ചെയ്യാം. ഹോൾ ഇക്വേഷൻ -1 ഇൻറ്റു എന്ത് വരും? -2x + y. ഇത് മൈനസ് ആണ്, കാരണം അത് 2x പറഞ്ഞ ടേം പ്ലസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് മൈനസ് ആവും -1 ഇൻറ്റു ചെയ്യുമ്പോൾ. അടുത്തത് -(-y). -(-) നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? പ്ലസ്. സോ +y. ഇനി ഈക്വൽ സൈൻ അതുപോലെ തന്നെ എഴുതാം. ഇനി -(-2). രണ്ട് മൈനസുകൾ നമ്മൾ ഇൻറ്റു ചെയ്യാന്ന് പറഞ്ഞാൽ പ്ലസ് ആവും അല്ലേ? +2. ഓക്കെ, ആ ഇക്വേഷൻ ഞാൻ അങ്ങനെ മാറ്റി എഴുതി. അപ്പോൾ യാതൊരു ചേഞ്ചും വന്നിട്ടില്ല, കാരണം നമ്മൾ ഹോൾ ഇക്വേഷൻ -1 മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാണ് നമ്മൾ അതിന് മൾട്ടിപ്ലൈ ചെയ്തു -1? ഈ വൈനെ പ്ലസ് ആക്കാൻ. അപ്പോൾ ഇത് നമ്മൾ അടുത്ത ടേമിൽ നമ്മൾ ഇതിനങ്ങനെ തന്നെ എഴുതാം. 3x - y = 1. അങ്ങനെ എഴുതുമ്പോൾ ഇതെന്ത് നമ്മൾ ചെയ്ത് നോക്കൂ. ഇപ്പോൾ നോക്കൂ, ഇത് പ്ലസ് ആയി, ഇത് മൈനസ് ആയി. ഇത് ക്യാൻസൽ ചെയ്യും അല്ലേ? ആഡ് ചെയ്യുമ്പോൾ +y - y നമ്മൾ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈനസ് ആവില്ലേ? 0 ആവില്ലേ? അപ്പോൾ അത് 0 ആയി പോകട്ടെ, ആ ടേം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ടേമിൽ മാത്രം കിട്ടും. നമുക്ക് എക്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. ഇവിടെ എന്ത് കിട്ടും? 3x ഉണ്ട്, 2x ഉണ്ട്. അപ്പോൾ 3x - 2x പറഞ്ഞാൽ എന്താ? 1x അല്ലേ? പ്ലസ് ആണോ മൈനസ് ആണോ?
ഇവിടെ 3 അല്ലേ വലുത്, 3x അല്ലേ വലുത്. 3x -2x എന്നാൽ 2x കുറച്ചു, എന്ത് കിട്ടും? എക്സ്. ഇനി ഈ ടേം ക്യാൻസൽ ചെയ്ത് പോയി, അവിടെ 0 ആണ്, ഇതൊന്നുമില്ല. കാരണം ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ +5 -5 ആഡ് ചെയ്താൽ 0 ആണ്. ഇനി ഇത് നമ്മൾ ആഡ് ചെയ്ത് നോക്കൂ, 2 1 ആഡ് ചെയ്താൽ 3 അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്താണ്? -2x +3x ആഡ് ചെയ്താൽ വലിയ നമ്പറിന് ചെറിയ നമ്പർ കുറച്ച് വലുതിൻ്റെ ചിഹ്നമാണ് നമ്മൾ കൊടുക്കാറ്. അപ്പോൾ 3 2 കുറച്ച് 1 കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്താ? 3x ഇവിടെ വലുത്, അത് പ്ലസ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ +x. അപ്പോൾ ഇവിടെ നമുക്ക് x എന്ന് കിട്ടി. ഇനി ഇത് ക്യാൻസൽ ചെയ്ത് പോയി, കാരണം ഒരു +1 ഈ -1. ഇതോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. നമുക്ക് എന്ത് കിട്ടി? x = 3. നമുക്കൊരു വാരിയബിൾ നമ്മുടെ ന്യൂമറേറ്റർ കിട്ടി, x = 3. അപ്പോൾ ന്യൂമറേറ്റർ കിട്ടി. ഇനി ഡിനോമിനേറ്റർ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? y കിട്ടണം. y കിട്ടാൻ ആരും ചെയ്യാം, ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ഒരു ഇക്വേഷനിലില്ല, ഈ ഇക്വേഷൻ എടുത്തിട്ട് നമുക്കതിന് ഇതിൽ ഏതെങ്കിലും ഇക്വേഷനിൽ ഈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3x - y = 1. അതിൽ എക്സിൻ്റെ അവിടെ ഞാൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -y = 1. 9 - y = 1 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ -y = 1 - 9. ഇവിടെ ചെയ്യാം ഞാൻ. 3x - y = 1 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അതിൽ നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 3 × 3 - y = 1, ദാറ്റ് ഈസ് 9 - y = 1. ഈ y അപ്പുറത്തേക്കും 1 ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. 9 ഈ 1 ഇങ്ങോട്ട് വരുമ്പോൾ -1 ആവും, -5 അങ്ങോട്ട് പോകുമ്പോൾ +5 ആവും. ആ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അതായത് നമുക്ക് ഈ നമ്പറിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. 1 ഇവിടെ പ്ലസ് ആയിട്ട് കിടക്കുന്നത്, അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നത് -1. അപ്പോൾ 9 - 1. ഈ -y അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് +1. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി 8 = y, ദാറ്റ് ഈസ് y = 8 അല്ലേ? നമുക്ക് എന്ത് കിട്ടി? y കിട്ടി, x കിട്ടി. സോ ദ ഫ്രാക്ഷൻ ഈസ്, നമ്മുടെ ഫ്രാക്ഷൻ എന്താണ്? ഫ്രാക്ഷൻ ഈസ് x/y ആണ് നമ്മൾ എടുത്ത ഫ്രാക്ഷൻ അല്ലേ? ഇവിടെ x 3 കൊടുത്തു, y 8 കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ നമ്മൾ എന്താണ് കിട്ടി? 3/8 എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ആ ഫ്രാക്ഷൻ ആണ് ഏത്? 3/8. മനസ്സിലായല്ലോ? അപ്പോൾ വളരെ സിമ്പിളാണ്, മനസ്സിലാക്കി ചെയ്താൽ ഈസിയാണ്. ഇവിടെ കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്തു അല്ലേ? അതായത് ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 1/2 കിട്ടും. ഡിനോമിനേറ്ററിൻ്റെ കൂടെയാണ് 1 കൂട്ടുന്നതെങ്കിൽ നമുക്ക് 1/3 കിട്ടും. ഇനി നമ്മളതിനെ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ പറ്റില്ല, ഈ ഒരു ഫോമാറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതുപോലെ ഇക്വേഷൻസ് ആക്കി എടുത്തു. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ആക്കി എടുത്തു. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബാക്ക് അടിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ഈ 2 ഇക്വേഷൻസ് നമ്മളിവിടെ സോൾവ് ചെയ്യുന്നു. അപ്പോൾ അതിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 -y കിടപ്പുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്നതിനെ +y ആക്കി എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് ഈ വൈയുടെ ടേമിനെ ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് എക്സിൻ്റെ ടേം ഈസി ആയിട്ട് അതിന് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഈ മുകളിലത്തെ ടേമിൽ മുഴുവൻ -1 മൾട്ടിപ്ലൈ ചെയ്തു. ആ സ്റ്റെപ്പ് നിങ്ങൾ മറക്കരുത്. അങ്ങനെ ചെയ്താലേ നമുക്കിവിടെ +y ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ മാത്രം +y ആക്കും ചെയ്യാനും പാടില്ല. ഹോൾ ഇക്വേഷൻ നമ്മൾ ആ സൈനോട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂസ് ഒക്കെ തെറ്റും. ഇവിടെ -1 ഇൻറ്റു ചെയ്തു, അപ്പോൾ -2x കിട്ടി. ഇവിടെ ഇത് -(-) ചെയ്യുമ്പോൾ +y ആയി, -(-2) +2 ആയി. ഇനി സാധാരണ ഈ ഇക്വേഷൻ അതുപോലെ തന്നെ എഴുതി. 2 ഇക്വേഷൻ നമ്മളിവിടെ ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2 ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? ഈ 2 ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്താ? വലുത് ഏതാണ്? 3x. അപ്പോൾ വലുതും പിന്നെ ഇവിടെ ഒരു -2x കിടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 3 2 മൈനസ് ചെയ്തിട്ട് അപ്പോൾ 1x എന്ന് ഉദ്ദേശിക്കുന്നത് x തന്നെയാണല്ലോ, 1x എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1x അത് ഏത് സൈനാണ്? പ്ലസ് സൈനാണ് അല്ലേ? കാരണം ഇവിടെ വലിയ ആളാണ് 3x ആണ്. ഇതാണ് നമ്മൾ 2x കുറയ്ക്കുന്നത്. ശരിക്കും ആഡ് ചെയ്യാണ് ചെയ്യുന്നത്, മൈനസ് ആയതുകൊണ്ട് കുറയ്ക്കുന്നു. അപ്പോൾ 1x കിട്ടി. ഇത് ക്യാൻസൽ ചെയ്ത് പോയി, ഇത് ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടി.
ഇവിടെ വേറെ ടേംസ് ഒന്നും വരാത്തതുകൊണ്ട് എക്സ് ഈക്വൽ ടു പിന്നെ സോൾവ് ചെയ്യുന്ന സെപ്പറേറ്റ് ആവശ്യമൊന്നുമില്ല. എക്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ 3നെ ഈ ഇക്വേഷനിലോ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇതിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സെക്കൻഡ് ഇക്വേഷൻ വേണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷനിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഇവിടെ നമ്മൾ ഇതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3x - 5 = 1. അപ്പോൾ അതിൽ ഞാൻ ഈ എക്സിൻ്റെ പോർഷനിൽ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ 3 എക്സിൻ്റെ വാല്യൂ -5 ഇതുപോലെ തന്നെ എഴുതി ഈക്വൽ ടു 1. ഈ 1നെ 3 × 3 9 -y = 1. ഈ y 9 ഇവിടെ ഉണ്ട് അല്ലേ, ഈ സംഖ്യയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ അവിടെ +i 1 എടുക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ -1 ആയി. ഈ -y-നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ +y ആയി. അപ്പോൾ 9 - 1 8 ആയി. y അതുപോലെ, അതായത് y = 8. 8 = y എന്ന് പറഞ്ഞാലും y = 8 പറഞ്ഞാലും സെയിം തന്നെയാണ്. സോ y നമുക്ക് എന്ത് കിട്ടി, 8 എന്ന് കിട്ടി. ഇനി നമ്മുടെ ഫ്രാക്ഷൻ x/y ആണെന്ന് നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ. ലെറ്റ് x/y ഇത് ഫ്രാക്ഷനാണ്. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂവിൻ്റെ അവിടെ 3ഉം വൈയുടെ അവിടെ 8ഉം കൊടുത്താൽ നമ്മുടെ ഫ്രാക്ഷൻ കിട്ടി 3/8. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്, ചെയ്ത് പഠിക്കുക. ഓക്കെ.